ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം രസ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഹൈബ്രിഡ് ബോഗൻവില്ലയുടെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ എല്ലാവരും ചോദിക്കാറുണ്ട് DM-ൽ വന്നിട്ട്, ഞാൻ ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞില്ലേ, എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പണിയും കൂടിയുണ്ട്. അത് ഞാൻ ഈ വീക്കിൽ തന്നെ ഇടും കേട്ടോ. അതുപോലെ കുറച്ച് നമ്മൾ വീഡിയോ ഇത്തവണ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പോൾ കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ വർക്കിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇതിലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചോട്ടോ. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പ്ലാൻസ് ഓൺലൈൻ സെയിൽ ഉണ്ടെന്ന് അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഓൺലൈൻ സെയിലാണ് നമുക്കുള്ളത്. ഹൈബ്രിഡ് ബോഗൻവില്ലയാണ് ഉള്ളത്, മലേഷ്യൻ വെറൈറ്റീസ്. അപ്പോൾ ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യേണ്ടത്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത്. ഒരിക്കലും കോൾ ചെയ്യാണ്ടിരിക്കുക. കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റീസൊക്കെ നമുക്ക് കയ്യിലുണ്ട്. തന്നെ വേറൊരു കാര്യം ചോദിക്കും, എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ് ഇതുപോലെയുള്ള ഹാങ്ങിങ് ബോട്ടുകൾ എവിടെ നിന്നാണ് കിട്ടുകയെന്നുള്ളത്. അപ്പോൾ ഹാങ്ങിങ് ബോട്ട് എനിക്ക് സെയിലുണ്ട്. കുറേ ആൾക്കാർക്കൊക്കെ അറിയാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സില്ലേ, അവരാണ് ഈ ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഹാങ്ങിങ് ബോട്ട് സെയിലിനായിട്ടുണ്ട്. ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെയാണ്, 32 ഇഞ്ചിൻ്റെയാണ് സൈസ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു ചെയിൻ ഉണ്ടായിരിക്കും ഹാങ് ചെയ്തിടാനുള്ളത്. അതുപോലെ തന്നെ അതിലൊരു ട്രേ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ വീഡിയോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വെയിലത്തുനിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ക്ലാരിറ്റി ആയില്ല, പണികൾ തീർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ പൂക്കളൊക്കെ ഹാങ്ങിങ് ബോട്ടിലത്തൊക്കെ കൊഴിഞ്ഞു പോയി. ആ ടൈമിൽ അടിയിലുള്ള പൂക്കളൊക്കെ ഉണ്ടായിട്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കറക്റ്റ് ഇടാത്തത്. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട്. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ പിങ്ക് പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. വെരിഗേറ്റഡ് ലീഫായിട്ട് പിങ്ക് കളർ പൂക്കളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. നന്നായി പൂക്കളൊക്കെ ഉണ്ടായി കൊഴിയാവുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ബ്രിസ പീച്ചിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ ഗോൾഡൻ സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. യെല്ലോ ആൻഡ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. വൈറ്റ് പൂക്കളാണ് വരുന്നത്. ഒരുപാട് വെരിഗേറ്റഡ് പ്ലാന്റ്സ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു 5-6 വെറൈറ്റി വെരിഗേറ്റഡ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇത് മിസ് വേൾഡിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ അധികം ഈ ഒരു വൈറ്റ് കളറിലാണ് ആദ്യം കണ്ടുവരുന്നത്. വിയറ്റ്നാം സ്പ്ലാഷിൻ്റെ പൂക്കൾ ഇപ്പം ഉണ്ടായി നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ വയലറ്റ് സെപ്റ്റംബർ, അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട്. ഇതിൻ്റെ പൂക്കളുടെ ഉള്ളിൽ നല്ല വെരിഗേറ്റ് ഒരു സ്പ്ലാഷ് കയറി വരുന്ന ഒരു വെറൈറ്റീസാണ് കേട്ടോ. വയലറ്റ് പൂവിൽ സ്പ്ലാഷ് കയറി വരും. അപ്പോൾ ഇത് നമ്മുടെ രാവിലത്തെ ഒരു എന്താ പറയുക, മോർണിംഗ് ബ്ലിസ് എന്ന് പറയാം. അത്ര ഭംഗിയാണ് ഇവിടെ കാണാൻ. നമ്മൾ രാവിലെ പൂക്കളിലൊക്കെ പൂമ്പാറ്റകളൊക്കെ വന്നിട്ട് ഇതുപോലെ തേനൊക്കെ കുടിക്കാൻ വരും. അപ്പോൾ കുറേ ആൾക്കാർ പറയാറുണ്ട് ബോഗൻവില്ലയിൽ തേനൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിത് നിറച്ച് പൂക്കൾ, ആ പൂവിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പൂവ് ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ ആ പൂവിൻ്റെ ഉള്ളിൽ നിറച്ച് തേനുണ്ട് കേട്ടോ. അത് കഴിക്കാനാണ് ഈ ബട്ടർഫ്ലൈസ് ഒക്കെ വരുന്നത്. അതുപോലെ വണ്ടുകൾ ഇതെല്ലാം ഉണ്ടാവാറുണ്ട് കേട്ടോ രാവിലെ. ക്രിസ്റ്റീന സുന്ദരി ഒരുപാട് സെയിലായ ഒരു പ്ലാന്റ് ആണ് ക്രിസ്റ്റീന എന്ന് പറയുന്നത്. ഇതിന് കുറേ മദർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ മീഡിയം സൈസ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സോൾഡ് ഔട്ടായി. ഇനി പുതിയ നമുക്ക് വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ക്രിസ്റ്റീനയും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് സൺറൈസ് വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ഇല കാണാതെ നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടം ഹാങ്ങിങ് ബോട്ടിലിട്ട് കാണാനാണ്. ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഹാങ്ങിങ് ബോട്ടിലിട്ട് കാണാനാണ് ഞാൻ പറയുന്നത്. ഇത് സക്കുറ ബെല്ലാക്കാണ്. ഇത് അതുപോലെ തന്നെ ഹാങ്ങിങ് ബോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ബോട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ ഒരു സൈസിലുള്ള ഹാങ്ങിങ് ബോട്ടാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് സ്പ്ലാഷ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകളാണ് ഏറ്റവും ഭംഗി കാണാൻ. യെല്ലോ ആൻഡ് ഗ്രീനാണ് ഇലകൾ വരുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. നമ്മൾ ബോഗൻവില്ലൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്.
വെറൈറ്റികൾ വന്നു കഴിഞ്ഞാലും റേറ്റ് എത്ര കൂടിയ പ്ലാന്റ്സ് വന്നാലും ബൽഷൻ വെറൈറ്റിയിൽ എനിക്ക് പേഴ്സണലി ആയിട്ട് ഇഷ്ടപ്പെട്ട 2-3 കളേഴ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് വന്ന ഫയറോപ്പൽ ഓറഞ്ച്, ഫ്ലെയിം റെഡ്, അതുപോലെ ചില്ലി റെഡ്, റൂബി റെഡ്. അതിനൊന്നും വെട്ടാനായിട്ട് കടത്തി വെട്ടാൻ ഒരു പ്ലാനും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഞാൻ എൻ്റെ പേഴ്സണലി അഭിപ്രായമായിട്ടോ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടോട്ടാ. എത്ര വില കൊടുത്ത് നമ്മൾ എത്ര വലിയ പ്ലാന്റ് വാങ്ങിയാലും ഇതിൻ്റെ ഒരു ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല, ഏതൊരു പ്ലാന്റിനും കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഒരു 4 പ്ലാന്റ് നിങ്ങൾ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻ കളർഫുള്ളാക്കാൻ പറ്റും. അത്ര ഭംഗിയാണ് ഈ പ്ലാന്റ്സിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത്. വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ അങ്ങോട്ട് കൂടി വരും, ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വൈറ്റും കൂടി കയറ്റി വെച്ചാണല്ലോ ഒരു രക്ഷയിലിട്ടോ നമ്മളെ ഗാർഡൻ എന്ന് പറയുന്നത്. ഇത് ടാങ്ലോങ് റെഡാണ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ടാങ്ലോങ് റെഡാണ് കേട്ടോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ സൺഷൈൻ എന്ന് പറയും, 8 കളർ എന്നും പറയും. രണ്ടും ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് നല്ല മദർ പ്ലാന്റ്സ് പോലത്തെ നല്ല അടിപൊളി പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ള വെരിഗേറ്റഡ് പെറ്റൽസ് വരുന്ന പ്ലാന്റ്സിനൊക്കെ ആദ്യം വൈറ്റ് പൂക്കളാണ് കേട്ടോ കൂടുതൽ കയറി വരാം. പ്ലെയിൻ കളറിൽ വരും. പിന്നെ പ്ലാന്റ് മെച്ചോർഡ് ആവുന്നതനുസരിച്ചാണ് കളർ ചേഞ്ച് ആയി വരുന്നത്. പിന്നെ ഓരോരുത്തരുടെ ലക്കാണ് കേട്ടോ അതിൻ്റെ കളർ ഇങ്ങനെ കിട്ടുന്നത്. ആദ്യം നമുക്ക് ആദ്യത്തെ ഇതിൽ തന്നെ ചിലപ്പോൾ കൂടുതൽ വൈറ്റ് വരുമ്പോൾ കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടാവും. ആദ്യം തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് ഈ പ്ലാന്റ്സ്. അപ്പോൾ അത് അവർക്ക് വിരിയുമ്പോൾ തോന്നും അയ്യോ ഇത് ഫുൾ വൈറ്റ് ആണല്ലോ എന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ മിസ് വേൾഡ് അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ ആദ്യം വൈറ്റിലാണ് കൂടുതൽ കയറി വരാം. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലെയിം റെഡ് ആണ്. ഫ്ലെയിം റെഡിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ നമ്മളെ കയ്യിൽ തായ് പ്രിൻസസ് ഷിൻഡോയ് ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല തിങ്ങി നിറഞ്ഞ് നല്ലൊരു പ്രത്യേക ഒരു കളറാട്ടോ ഇതിൻ്റെ പൂക്കൾ. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. തിരക്കായി എന്നുള്ളതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്കിൽ കിട്ടിയിരുന്ന കുറച്ച് വർക്കുകളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വർക്ക് HD മേക്കപ്പ്, എയർ ബ്രഷ്, സിഗ്നേച്ചർ ലുക്ക്, ഗ്ലാസ് സ്കിന്ന് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുന്നെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്തിടണം ബ്രൈഡിന് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കിന്നിനനുസരിച്ചാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇത്തവണ കഴിഞ്ഞ വർക്കുകൾ കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് ഇതിൽ തന്നെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്നെ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. കൂടുതലും ട്രെൻഡിങ് ആയി വന്നുള്ള ഒരു വെറൈറ്റി മേക്കപ്പാണ് ഗ്ലാസ് സ്കിന്നിൻ്റെ. അതാണ് കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്ന ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു ബിഗ് ഡേ ബുക്ക് ചെയ്തിടാം നമ്മളെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കേട്ടോ. എൻ്റെ മഹാറാണി പൂവിട്ട് നിൽക്കുന്ന ഒരു സീന് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ. ഓറഞ്ച് ആൻഡ് വൈറ്റാണ് കളർന്ന് വരുന്നത്. അപ്പോൾ മഹാറാണീൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ആദ്യം വൈറ്റാണ് കൂടുതൽ കയറി വരിക. 1-2 പെറ്റൽസ് മാത്രമേ ആദ്യം നമുക്ക് കളർഫുള്ളായിട്ട് 2 കളറിലൊക്കെ കിട്ടുള്ളൂ. പ്ലാന്റ് മെച്ചോർഡ് ആവുന്നതിനനുസരിച്ചാണ് കളർ മാറി വരിക. അതുപോലെ തന്നെയാണ് മിസ് വേൾഡിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് ലാവൻഡറാണ്. അതുപോലെ നമ്മുടെ കയ്യിലുള്ളത് ലാവൻഡറിൻ്റെ പോലെ തന്നെ അടുത്തൊരു ഭംഗിയുള്ളൊരു സംഭവമാണ് ട്രൈ കളർ എന്ന് പറയുന്നത്. ട്രൈ കളർ 2 കളർ പെറ്റൽസാണ് വരുന്നത്. അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ.
അതുപോലെ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറിയ പ്ലാന്റ്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ ഇങ്ങനത്തെ ഉണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് കുറച്ച് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ഇത് ഗോൾഡൻ സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൻ്റെ ഒരു ഫോട്ടോസാണ്. ഇതുപോലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ബുഷി ആയിട്ടാണ് ഈ പ്ലാന്റ്സ് ഉണ്ടാവുക. ഇതുപോലെ ബുഷി ആയിട്ട് ഉണ്ടാകുന്ന കുറേ പ്ലാന്റ്സുകളുണ്ട് നമ്മൾക്കിൽ. സെപ്റ്റംബർ, റെഡ് സെപ്റ്റംബർ, ഇതിൻ്റെ പൂക്കൾ കണ്ടില്ല, നല്ല പിങ്കിൽ ഒരു ക്രീം ഷെയ്ഡാണ് കയറി വരുന്നത്, സ്പ്ലാഷ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ വെരിഗേറ്റഡ് ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഒരുപോലെയുള്ള പ്ലാന്റ്സുകൾ എടുത്തിട്ട് വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇങ്ങനെ കുറുകി നിൽക്കുന്ന പ്ലാന്റ്സാണ്. ഹാങ്ങിങ് ബോട്ടിലിടാൻ ബെറ്ററാണ്. ഇതെന്ന് പറഞ്ഞാൽ ഹവായ് വൈറ്റ് ആണ്. ഹവായ് വൈറ്റ് അധികം റേറ്റിൽ ഇതിനെ വെച്ച് നോക്കുമ്പോൾ. ഇത് ട്രൈ കളറിൻ്റെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. സക്കൂറയുടെ പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഹവായി പിങ്ക്, അതാണ് കേട്ടോ. അതൊക്കെ ഇതുപോലെയുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പോട്ട് ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ പോട്ടിൽ ചെടി വെച്ചിട്ട് നമ്മൾ അയച്ചു കൊടുക്കാറില്ല. ഈ ഒരു പോട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 32 ഇഞ്ചാണ്. ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ്. ഇതുപോലുള്ള ഒരു ചെയിൻ ഹാങ് ചെയ്തിടാനുണ്ടായിരിക്കും. ഒരു ട്രേയും ഉണ്ടായിരിക്കും കേട്ടോ. എല്ലാവരും ഗാർഡനിൽ സെക്കൻഡ് ബ്ലൂമിങ്ങിൻ്റെ ടൈമിംഗ് ആയിട്ടുണ്ടാവും, അല്ല ഫസ്റ്റ് പ്രൂണിങ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ 19 NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, ഈ കണ്ടൻറ്റുള്ള ഒരു ഇതാണ് NPK 19 എന്ന് പറയുന്നത്. അത് വാങ്ങിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടികളിൽ എല്ലാത്തിലും. പൂക്കളുണ്ടെങ്കിൽ അതുമിലും ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഒരു 15 ദിവസം കൂടുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിസ റെഡ് ആണ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ബ്രിസ റെഡ് വാട്ടർമെലൺ ഗിസസിൻ്റെ പ്ലാന്റ്സ് ആണ് നമ്മളെ കയ്യിൽ. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഗാർഡൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ ഗാർഡൻ പ്രതീക്ഷിച്ചിരിക്കേണ്ടത് എനിക്ക് മനസ്സിലായി, പേഴ്സണലി മെസ്സേജൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ ബ്രിസ പീച്ചിൻ്റെ മദർ പ്ലാന്റ് ആണ്. പൂക്കളൊക്കെ കൊഴിഞ്ഞു, എന്നാൽ ഫെയ്ഡായി, കൊഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ടും അത് പോവാതെ എല്ലാ പ്ലാന്റ്സും ഇതുപോലെ ഫെയ്ഡായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും കൊഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെക്കൻഡ് ഷോക്ക് നിൽക്കുന്ന പോലെ പൂക്കളുണ്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് റെഡ് ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള റയർ വെറൈറ്റി പ്ലാന്റ് ആണ്. ഇപ്പോൾ നമ്മളെ കയ്യിൽ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ടുള്ളത്. നിറച്ച് ബ്ലൂമിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ യെല്ലോയും നമ്മളെ കയ്യിലുണ്ട്. പിന്നെ വേറൊരു കാര്യം, ക്രിസ്റ്റീന അതുപോലെയുള്ള മഹാറാണി അങ്ങനെയുള്ള പ്ലാന്റ്സുകൾക്കൊക്കെ 2 കളറായിട്ടാണ് വരിക. ആദ്യം ഇതുപോലെ വെരിഗേറ്റഡ് ആയിട്ടും വരും, ഫുൾ പ്ലെയിൻ ആയിട്ടും ഒരു പ്ലാന്റുമ്പോൾ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ മഹാറാണി ഇപ്പം ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നിറച്ച് ഓറഞ്ചും വൈറ്റും കയറി വന്നിട്ടുണ്ട്. അതേ ഒപ്പം തന്നെ ആ സെയിം പ്ലാന്റുമ്പോൾ തന്നെ വൈറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെതെന്ന് പറഞ്ഞാൽ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണ്. ഒരു 2 വർഷമോ 3 വർഷമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓറഞ്ച് കൂടുതൽ കയറി വന്നിരിക്കുന്നത്. പക്ഷേ ആദ്യം വരുമ്പോൾ പ്ലാന്റ്സുമേ വൈറ്റാണ് കൂടുതൽ എടുത്ത് കാണിക്കുക കേട്ടോ. വൈറ്റ്, അതുപോലെ തന്നെ ക്രിസ്റ്റീൻ ആണെന്നുണ്ടെങ്കിൽ പിങ്കാണ്, വെറും പ്ലെയിൻ പിങ്കാണ് കൂടുതൽ വരാം കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഫുള്ള് വൈറ്റ് ആണല്ലോ എന്നുള്ളത്. അതുപോലെ മിസ് വേൾഡ് അങ്ങനെയുള്ള ഡബിൾ ഷെയ്ഡുള്ള പെറ്റൽസ് വരുന്ന ഒരുവിധം പ്ലാന്റ്സിനൊക്കെ ആദ്യം വൈറ്റിലാണ് കൂടുതൽ കയറി വരാം കേട്ടോ. അല്ലെങ്കിൽ ഒറ്റ കളറിലാണ് കയറി വരാം. പിന്നെ പ്ലാന്റിൻ്റെ മെച്യൂരിറ്റി കൂടുന്നതിനനുസരിച്ചാണ് ഡബിൾ ഷെയ്ഡിലേക്ക് കയറി വരാം കേട്ടോ. ഇതാണ് ഫയർ ഓപ്പൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ. ബട്ടർ കപ്പ് എന്ന് പറഞ്ഞുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സോടുകൂടിയുള്ള ചെടികൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ബലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് നമ്മളെ കയ്യിലുണ്ട് ഇപ്പോൾ. ഇത് ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല മെച്ചോർഡായിട്ട് പൂക്കളൊക്കെ ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് യെല്ലോ ഫോക്സ് ടെയിലാണ്. ഇത് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് റെഡ് ഫോക്സ് ടെയിലാണ്. നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മളെ കയ്യിലുള്ളത്.
ഉള്ളത്. ഇതും അവൈലബിൾ ആണ്. ഹവായി വൈറ്റ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഒരുപാട് പ്ലാന്റ്സ് കയ്യിലുണ്ട്, ഞാൻ എല്ലാം ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക്. ഞാൻ വാട്ടർമെലൺ കിസസ് അടിപൊളി പ്ലാന്റ് ആണ്, ഇത് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ചില്ലി ഐസ്ക്രീമാണ്, അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഞാനതിൽ കാറ്റലോഗ് അയച്ചു തരാം കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അഡർണയുടെ ഒരുപാട് പ്ലാന്റ്സ്, നല്ല വലിയ പ്ലാന്റ്സാണ് നമ്മളെ കയ്യിലുള്ളത്. അതുപോലെ മഹാറാണി ഉണ്ട് നമ്മളെ കയ്യിൽ. ഇപ്പോൾ മഹാറാണിയുടെ പ്ലാന്റ്സ് നമുക്ക് 1800, 2000, 2200 ആ റേഞ്ചിലുള്ള കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് മഹാറാണി എന്ന് പറയുന്നത്. ഇത് ഫ്ലെയിം റെഡ് ആണ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട്. ഇത് ബ്രിസ പീച്ചാണ്. ബ്രിസ പീച്ചിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് റൂബി റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഹവായി വൈറ്റ് എന്ന് പറഞ്ഞാൽ വെരിഗേറ്റഡ് ലീഫും ആൻഡ് വൈറ്റ് പൂക്കളാണ് ഉണ്ടാവുക. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇടകലർത്തി വെക്കാൻ പറ്റിയ പ്ലാന്റുകളിൽ ഒന്നാണ്. അതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഹവായി വൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി കണ്ടൻറ്റുമായി വരുന്നവരെ ബൈ ബൈ.